to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hell. നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. ഇതിനെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. കപ്പ എന്ന് പറയും, കൊള്ളി എന്ന് പറയും. തിരുവനന്തപുരം സൈഡിൽ കപ്പ എന്നാണ് പറയുക. കൊള്ളിന്ന് തൃശ്ശൂരുകാരൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും ഉണ്ടാക്കി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ക്ലീൻ ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ബോയിൽ ചെയ്ത് എടുക്കാം. ഓക്കെ, ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രിപ്പറേഷന് ഇതിന് ചെറുതായിട്ടാണ് വേണ്ടത്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. നമ്മൾ വേവിച്ചതിന് ശേഷം ഇത് വാർത്തെടുക്കും, മീൻസ് വെള്ളം കളഞ്ഞെടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, വേവിച്ചതിന് ശേഷം കാണാം. വേവിക്കാൻ വെച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. ഒരു ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട് വേവിക്കുമ്പോൾ തന്നെ, ബിക്കോസ് ആ ഉപ്പ് നല്ലോണം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ വേവിക്കാൻ വെക്കും. ഓക്കെ ഫ്രണ്ട്സ്, വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചിട്ട് വാർത്ത് ഊറ്റിയെടുത്തതാണ്. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലെ കപ്പയുടെ എപ്പോഴും വെള്ളം നമ്മൾ വാർത്തെടുക്കണം. എല്ലാവർക്കും അറിയാം, തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ചതയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യണം. ബിക്കോസ് വെളുത്തുള്ളി ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്ലസ് മാത്രമല്ല, കപ്പ കഴിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഗ്യാസ് പ്രോബ്ലംസൊക്കെ ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് കപ്പയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി മസ്റ്റായിട്ടും ചേർക്കണം. ഞാനിപ്പോൾ ചതച്ചാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മളിതിപ്പോൾ ഒന്ന് നല്ലോണം ചതച്ചെടുക്കാം. വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. അതായത് നമ്മുടെ വറ്റൽമുളക്, കടുക്, ഗാർലിക്, ഉപ്പ് പാകത്തിന്. നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് പിന്നെയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ പാത്രമിടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി അരിഞ്ഞെടുത്തത്, ഉഴുന്ന് പരിപ്പ്, ചില്ലി പൗഡർ ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ ചില്ലി പൗഡർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചിരക്കി എടുത്തത്. ഓക്കെ, കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് സ്റ്റാർട്ട്. ഉരുളി വെച്ചിട്ടുണ്ട്, കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ മസ്റ്റാർഡ്സ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പ് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ആ വറ്റൽമുളക്, ചുവന്നമുളക് നമ്മളതൊന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയുടെ പകുതിയാണുള്ളത്, അത് ഇട്ട് കൊടുക്കണം.
അപ്പോൾ തന്നെ നമ്മൾ ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അരച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് സമയത്ത്. നമ്മൾ ഈ സമയത്ത് ആ ചില്ലി പൗഡർ നമ്മൾ എടുത്ത് വെച്ചില്ലേ, ഒരു 1/4 ടീസ്പൂണേ വരുള്ളൂ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചതിൽ. പക്ഷേ അത് കൂടാതെ കുറച്ച് സോൾട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ പതുക്കെ അതിലേക്ക് മിക്സ് ചെയ്ത് വേവിച്ച് വാർത്ത് വെച്ചതാണ്. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി നല്ലോണം വേവിച്ചതാണ്. ഞാനിപ്പോൾ നമുക്കിത് സാധാരണ കലത്തിൽ വേണമെങ്കിൽ വെച്ചിട്ട് വേവിക്കാം, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്. ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുക്കറിലാണ് ഒരു വിസിൽ അടിച്ചിട്ടാണ് വേവിച്ചത്. ബിക്കോസ് അത് നല്ലോണം വേവണം, അതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കലത്തിൽ വെച്ചിട്ട് വേവിക്കാം, എന്നിട്ട് വാർത്തെടുത്താൽ മതി ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്. ഓക്കെ, ഇതൊരു സെർവിങ് ഡിഷിലാക്കിയിട്ട് കാണിക്കാം ഫ്രണ്ട്സ്. ഓക്കെ, സെർവിങ് ഡിഷിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്. പലർക്കും അറിയുന്നതായിരിക്കാം, പക്ഷെ എന്നാലും ചെയ്തിട്ടില്ലാത്തവരിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. I wanna be the best in the game, invest in my name, check no restraints, I'm obsessed with the pain, I ingest